ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഡെസിമൽ ടു ബൈനറി കൺവേർഷനാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് റിപ്പീറ്റഡ് ഡിവിഷൻ ഉപയോഗിച്ചിട്ടാണ്. ഡിവിഷൻ ബൈ 2 കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഇൻറ്റിജറിനെയാണ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡേഴ്സ് കിട്ടും. നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡറായിട്ട് 0, 1 മാത്രമേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് ആയിട്ട് കിട്ടുന്നത്. 25, 80 കാണിച്ചിട്ടുണ്ട്. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 12 ഹരണഫലം കിട്ടും, ശിഷ്ടം 1 കിട്ടും. 12നെ ഹരിക്കുമ്പോൾ വീണ്ടും 6 ഹരണഫലം കിട്ടും, ശിഷ്ടം 1 കിട്ടും. വീണ്ടും 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ഹരണഫലം കിട്ടും, ശിഷ്ടം 0 കിട്ടും. വീണ്ടും 3നെ ഹരിക്കുമ്പോഴത്തേക്ക് 1 ഹരണഫലം കിട്ടും, ശിഷ്ടം 0 കിട്ടും. വീണ്ടും 1നെ ഹരിക്കുമ്പോഴത്തേക്ക് ഹരണഫലം 1 കിട്ടും, 0 കിട്ടും, ശിഷ്ടം 1 കിട്ടും. ഇതേ രീതിയിൽ 2 കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ നോട്ട് തരുമ്പോൾ നോട്ടിൻ്റെ കൂടെ ഒരു 5 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഉണ്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ കൂടി നിങ്ങൾ നാളേക്ക് കംപ്ലീറ്റ് ആക്കി വെക്കണം. കഴിഞ്ഞ ദിവസം അന്ന് യൂണിഫോം മേടിക്കാൻ വന്നപ്പോൾ ചിലരെനിക്ക് നോട്ട്ബുക്ക് കാണിച്ച് തന്നിട്ടില്ല. ആ തരാത്തവർ പേരെനിക്ക് ഓർമ്മയുണ്ട് ആരൊക്കെയാണെന്നുള്ളത്. അവർ നിങ്ങളുടെ നോട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം. അപ്പോൾ 25 നമ്മൾ എഴുതുമ്പോൾ റിമൈൻഡേഴ്സ് എഴുതുമ്പോൾ ബൈനറി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലാസ്റ്റ് റിമൈൻഡർ ആയിരിക്കും നമുക്ക് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് കിട്ടുക. ഫസ്റ്റ് റിമൈൻഡർ ആയിരിക്കും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് കിട്ടുക. റിമൈൻഡേഴ്സ് താഴെ നിന്ന് മുകളിലേക്കായിരിക്കണം നമ്മൾ ഈക്വലൻ്റ് ബൈനറി എഴുതാൻ വേണ്ടി എഴുതേണ്ടത്. അപ്പോൾ 1 1 0 0 1 അതായിരിക്കും 25ൻ്റെ ബൈനറി കിട്ടുക. അതുപോലെ 80 ചെയ്യുമ്പോഴാണെങ്കിലും 80യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഹരണഫലം 40 കിട്ടും, ശിഷ്ടം 0 കിട്ടും. 40നെ ചെയ്യുമ്പോൾ 20 ഹരണഫലം കിട്ടും, 0 ശിഷ്ടം കിട്ടും. വീണ്ടും 20നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 10 ഹരണഫലം കിട്ടും, ശിഷ്ടം 0 കിട്ടും. 10നെ ഹരിക്കുമ്പം 5 ഹരണഫലം കിട്ടും, ശിഷ്ടം 0 കിട്ടും. 5നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് 2 ഹരണഫലം കിട്ടും, ശിഷ്ടം 1 കിട്ടും. 2നെ ഹരിക്കുമ്പം 1 ഹരണഫലം കിട്ടും, ശിഷ്ടം 0 കിട്ടും. 1നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ഹരണഫലം കിട്ടും, ശിഷ്ടം 1 കിട്ടും. ഇതിൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 1 0 1 0 0 0 0 ഇതായിരിക്കും 80 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെസിമൽ ഫ്രാക്ഷനെ, അതായത് ഡെസിമൽ പോയിൻ്റ് ഉള്ള ഒരു നമ്പറിനെ നമ്മൾ എങ്ങനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. കൺവേർട്ടിങ് ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി. ഫ്രാക്ഷൻ മീൻസ് നമുക്കറിയാം ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യയിൽ നല്ല ദശാംശ സംഖ്യകൾക്കാണ് നമ്മൾ ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുക. ഇപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പേഴ്സാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ 25.75 അല്ലെങ്കിൽ 12.50 അല്ലെങ്കിൽ 18.125 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഫ്രാക്ഷണൽ പാർട്ട് മാത്രമുള്ള നമ്പറാണെങ്കിൽ, അതായത് ടു കൺവേർട്ട് എ ഫ്രാക്ഷണൽ ഡെസിമൽ നമ്പർ ടു ബൈനറി we use the method of repeated multiplication by 2. അതായത് നേരത്തെ നമ്മൾ ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് 2 കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, അതായത് ഒരു ഡെസിമൽ ഫ്രാക്ഷനെ, ഡെസിമൽ പോയിൻ്റ് ഉള്ള ഒരു നമ്പറിനെ നമ്മൾ ബൈനറി ആക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്താണ്? ഇപ്പം ഒരു ഡെസിമൽ ഫ്രാക്ഷനെ ബൈനറി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടു കൺവേർട്ട് എ ഡെസിമൽ അല്ലെ ഫ്രാക്ഷണൽ ഡെസിമൽ നമ്പർ ടു ബൈനറി വി യൂസ് ദ മെത്തേഡ് ഓഫ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ 2. ഡെസിമൽ ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന റിപ്പീറ്റഡ് ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ പകരമായിട്ട് ഡെസിമൽ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് മീൻസ് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള പാർട്ടാണ് കേട്ടോ. അതിനെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻറ്റിജർ പാർട്ടും കിട്ടും, ഡെസിമൽ പാർട്ടും കിട്ടും. ഇൻറ്റിജർ പാർട്ട് മീൻസ് ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇങ്ങനെ നമ്പർ, അതായത് 0.50 അല്ലെ 25 0.25 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്യാൻ പോണേ എന്താ കാണും, ഷെയറിങ് ആണല്ലേ പറയാം, കാണുന്നില്ല. പക്ഷേ എന്ത് പറ്റി? അല്ല, ഇപ്പം ഞാൻ ക്യാൻസൽ ചെയ്തു, അതുകൊണ്ടാണ്. നോക്കട്ടെ, ഇപ്പം കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് 0.25 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ബൈനറി ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 0.25 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മീൻസ് അതിനെ 2 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ ഗുണിക്കേണ്ട സമയം നമുക്കറിയാം. 2 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ആൻസർ കിട്ടുക? 0.25നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? പറഞ്ഞോ? 0.50 എന്ന് കിട്ടും. ശരിയല്ലേ? ഇങ്ങനെ കിട്ടുന്ന ഈ നമ്പറിൽ നിന്നും നമ്മൾ ഇൻറ്റിജർ പാർട്ടും ഡെസിമൽ പാർട്ടും സെപ്പറേറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇൻറ്റിജർ പാർട്ട് എന്താ ഡെസിമൽ പാർട്ട് എന്താ നിങ്ങൾക്ക് അറിയാമെന്ന് ചെക്ക് ചെയ്യട്ടെ. 25.75 ഈ ഒരു നമ്പർ പറഞ്ഞാൽ ഇനി ഇൻറ്റിജർ പാർട്ട് ഏതാ? 25.75 എന്ന് പറഞ്ഞാൽ അതിന് ഇൻറ്റിജർ പാർട്ട് ഏതാ? ഇൻറ്റിജർ മീൻസ് പൂർണ്ണസംഖ്യാഭാഗമാണ്. പൂർണ്ണസംഖ്യയായിട്ട് വരുന്ന ഭാഗം ഏതാ ഇതിനകത്ത്? 25. ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുന്നത് 25 ആണ്. അതറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡെസിമൽ പാർട്ട് ഏതാ? അല്ലെ ഫ്രാക്ഷണൽ പാർട്ട് ഏതാ? ഫ്രാക്ഷൻ 0.75 അല്ലേ? ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് 0.75 ആണ്. അപ്പം ഇങ്ങനെ ഒരു ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പേഴ്സ് വന്നാൽ ഡെസിമൽ പോയിൻറ്റിന് മുമ്പുള്ള ഭാഗമാണ് ഇൻറ്റിജർ. ഇൻറ്റിജർ മീൻസ് പൂർണ്ണസംഖ്യ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 2 3 4 5 എക്സെട്ര 0 -1 -2 -3 എക്സെട്ര. ആ നമ്പേഴ്സിനാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഡെസിമൽ പോയിൻറ്റിന് മുമ്പുള്ള പാർട്ട് ഇൻറ്റിജർ പാർട്ടും ഡെസിമൽ പോയിൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടുമാണ്. അപ്പോൾ ഏതൊരു നമ്പർ കണ്ടാലും അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എന്താണ്, ഡെസിമൽ പാർട്ട് എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇങ്ങനെ നമ്പർ പറഞ്ഞാൽ 254.125 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റിജർ പാർട്ട് ഏതാ? 254.125 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ പാർട്ട് 284 അല്ലേ? ഫ്രാക്ഷണൽ പാർട്ടോ 0.125. ഓക്കെ, ഈ കാര്യം ക്ലിയർ ആയാൽ നമുക്കിനി ചെയ്യാം. ഇനി പറഞ്ഞോ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതായത് 0.25നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന 0.50 ആണ്. ഈ നമ്പറിൽ നിന്ന് നമ്മൾ ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും വേർതിരിക്കാം. എങ്ങനെ വേർതിരിക്കാം? ഇൻറ്റിജർ പാർട്ട് ഏതാ? 0.50 എന്ന് പറയുന്നതിൻ്റെ ഇൻറ്റിജർ പാർട്ട് ഏതാ? 0 അല്ലേ? അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടോ 0.50 ശരിയല്ലേ? ആണോ? അപ്പം 0.50 എന്ന് പറയുന്ന ആൻസർ കിട്ടിയതിനകത്ത് ഇൻറ്റിജർ പാർട്ട് 0, ഫ്രാക്ഷണൽ പാർട്ട് 0.50. നമുക്കവിടെ ഇൻറ്റിജർ പാർട്ട് ഒന്ന് മുകളിൽ എഴുതാം. IP എന്ന് എഴുതുവാണ് ചുരുക്കി. ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ IP എന്ന് എഴുതും. ഇനി വീണ്ടും നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ 0.50നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും.
അപ്പോൾ എന്താ ആൻസർ കിട്ടുക? 1.00 ആണോ? ശരിയാണോ? 1.00. അപ്പോൾ ഇതിൻ്റെയും ഇൻറ്റിജർ പാർട്ട് ഏതാ? 1. ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടോ 0.00. അപ്പോൾ നമ്മളിവിടെ ഒരു ഡെസിമൽ ഫ്രാക്ഷനെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇതേ രീതിയിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എവിടം വരെയാണെന്ന് ചോദിച്ചാൽ ഫ്രാക്ഷണൽ പാർട്ട് 0 ആവുന്നിടം വരെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫ്രാക്ഷണൽ പാർട്ട് 0 ആവുന്നിടം വരെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ കിട്ടുന്ന എന്താണ് ഇൻറ്റിജർ പാർട്ട് എന്ന് പറഞ്ഞാൽ 0യും 1ഉം ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റിജർ പാർട്ടായിട്ട് 0യും 1ഉം മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് സംശയമുണ്ട്, നമുക്ക് വേറൊരെണ്ണം നോക്കാം. ഞാൻ നോക്കാൻ പോണത് 0.625 ആണ്. 0.625നെ നമുക്ക് ബൈനറി ആക്കണമെന്ന് വിചാരിക്കും. പിന്നെ ബാക്കി ചെയ്യാനുണ്ട്. ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. 0.625നെ 2 കൊണ്ട് കുടിച്ചാൽ എന്താ കിട്ടുക? 0.625നെ കിട്ടിയാൽ 2 കൊണ്ട് കുടിച്ചാൽ എന്ത് കിട്ടാം? 1.250 ആണോ? ഇതിൻ്റെയും ഇൻറ്റിജർ പാർട്ട് ഏതാ? 1. എൻ്റെ ഫ്രാക്ഷണൽ പാർട്ടോ 0.250 ആണോ? അതിനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. എന്താ കിട്ടുക ആൻസർ? ആലോചിച്ചിട്ട് പറ. 0.250 ആണോ? 0.250യെ നമ്മൾ വേണ്ട 0 നോക്കി ഇടാൻ പറ്റുന്നില്ല, ഇടാൻ നിർബന്ധമൊന്നുമില്ല. എന്താ കിട്ടുന്നത്? 0.500 എന്നാണ് കിട്ടുന്നത്. ആണോ? അപ്പം ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട് ഏതാ? 0.500 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ പാർട്ട് ഏതായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് എന്താ കിട്ടുക? 0.500. അതിനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. എന്ത് കിട്ടും ആൻസർ? 1.000 ആണോ? ശരിയാണോ? അവിടെയും ഇൻറ്റിജർ പാർട്ട് എന്താ? 1. ഫ്രാക്ഷണൽ പാർട്ട് എന്താ? 0.00. അതാണ് പറഞ്ഞത്. നമ്മളൊരു ഡെസിമൽ ഫ്രാക്ഷനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് എവിടെ അവസാനിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് 0 വരുമ്പം നമുക്ക് അത് അവസാനിപ്പിക്കാം. ഫ്രാക്ഷണൽ പാർട്ട് 0 വരുന്ന കേസിൽ നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റും. ഇനി ഫ്രാക്ഷണൽ പാർട്ട് ഒരിക്കലും 0 കിട്ടുന്നില്ലെന്നങ്ങ് വിചാരിക്കുക. ഇപ്പം ഇങ്ങനെ നമ്പർ ആണെങ്കിൽ, അതായത് 0.65 എന്ന് പറഞ്ഞ നമ്പറാണെന്ന് വിചാരിക്കാം. 0.65 എന്ന് പിടിച്ചാൽ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 0.65നെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? 1.3030 അല്ലേ? 1.30 ശരിയാണല്ലോ. ഇവിടെ ഇൻറ്റിജർ പാർട്ട് എന്താ? ഇൻറ്റിജർ പാർട്ട് നമുക്ക് കിട്ടിയത് 1 ആണ്. ഫ്രാക്ഷണൽ പാർട്ട് എന്താ കിട്ടുക? 0.30 അല്ലേ? വീണ്ടും അതിനെ 2 കൊണ്ട് ഗുണിച്ചാലോ എന്ത് കിട്ടും? 0.60. അവിടെ ഇൻറ്റിജർ പാർട്ട് എന്താ കിട്ടുക? 0. ഫ്രാക്ഷണൽ പാർട്ട് എന്താ കിട്ടുക? നോക്കി പറ. 0.60 അതന്നെ 0.60. ഓക്കെ, 0.60. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാലോ? 1.20 അല്ലേ? അവിടെയും ഇൻറ്റിജർ പാർട്ട് എന്താ? 1. ഡെസിമൽ പാർട്ട് എന്താ? 0.20 അല്ലേ? വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാലോ?
0.40. ഇവിടെ ഇൻറ്റിജർ പാർട്ട് എന്താ? 0. ഫ്രാക്ഷണൽ പാർട്ടോ 0.40 അല്ലേ? വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാലോ 0.80. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റിജർ പാർട്ട് എന്താ? 0 അല്ലേ? ഡെസിമൽ പാർട്ടോ 0.80. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ഗുണിച്ചാലോ വീണ്ടും 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1.60 അല്ലേ? അവിടെ ഇൻറ്റിജർ പാർട്ട് എന്താ? 1. ഡെസിമൽ പാർട്ടോ 0.60. വീണ്ടും 2 കൊണ്ട് കുടിച്ചാൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരിക്കലും അവസാനിക്കത്തില്ല. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ്? ഭിന്നസംഖ്യകളിൽ തന്നെ ഭിന്നകങ്ങളും ഉണ്ട് അഭിന്നകങ്ങളും ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടോ? റിയൽ നമ്പേഴ്സ് തന്നെ, അതായത് ചില നമ്പേഴ്സിൻ്റെ, ചില ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അവസാനിക്കാത്ത ദശാംശ ഭിന്നമായിരിക്കും. ഒരു 1/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.333333 എന്ന് പറഞ്ഞാൽ നമുക്ക് പോകത്തേ ഉള്ളൂ. അതുപോലെ 20/3 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 20/3 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക് 0.666 എന്ന് പറഞ്ഞാൽ പോകത്തോ, ഒരിക്കലും അവസാനിക്കത്തില്ല. ഇവിടെ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചില നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഒരിക്കലും അവസാനിക്കത്തില്ല. ഇതിങ്ങനെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്ന 1001 1001 പറഞ്ഞ് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഡെസിമൽ പോയിൻറ്റിന് ശേഷം എത്ര എണ്ണം വേണം നമുക്ക് തീരുമാനിക്കാം. ഇത് കംപ്ലീറ്റ് അവസാനിക്കുന്നിടം വരെ ചെയ്യണമെന്നില്ല. അവസാനിക്കുകയാണെങ്കിൽ അവിടം വരെ ചെയ്യുക, അവസാനിക്കുന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം ചെയ്ത്, നമുക്കൊരു 3 എണ്ണം മതിയെങ്കിൽ നമുക്ക് 3 നിർത്താം, നമുക്കൊരു 4 എണ്ണം വേണമെങ്കിൽ 4 എണ്ണം നമുക്ക് നിർത്താം. ഇത് അവസാനിക്കണം എന്നുള്ളത് കാരണം ഡെസിമൽ പോയിൻറ്റിന് ശേഷമാണ്. 0.0011 അങ്ങോട്ട് പോകും തോറും വാല്യൂ കുറഞ്ഞാണ് വരുന്നത്, ശരിയല്ലേ? 0.1 ചെറുതാണ് 0.01, അതിനേക്കാളും ചെറുതാണ് 0.001 എന്ന് പറഞ്ഞാൽ, അതിലും ചെറുതായിരിക്കും 0.0001 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ 1ൻ്റെ ലെങ്ത് അങ്ങോട്ട് കൂടും തോറും വാല്യൂ കുറഞ്ഞു വരുന്നതുകൊണ്ട് നമുക്കിത് എവിടെ വെച്ച് വേണം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് അങ്ങ് നിർത്താം, നമുക്ക് തൽക്കാലം ഇത്രയും ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കൊണ്ട് അങ്ങ് നിർത്താം. അപ്പം ഇങ്ങനെ കണ്ടുപിടിച്ച് അവസാനിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം എവിടം വരെ ചെയ്യണം. അവസാനിക്കുന്നതാണെങ്കിൽ 00 കിട്ടുന്നതാണെങ്കിൽ അവിടം വരെ ചെയ്യാം. ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇവിടെ ആദ്യം കിട്ടുന്ന ഇൻറ്റിജർ പാർട്ടായിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് എഴുതുന്നത്. ആദ്യം കിട്ടുന്ന ഇൻറ്റിജർ പാർട്ടാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് എഴുതുന്നത്. അവസാനം കിട്ടുന്ന ഇൻറ്റിജർ പാർട്ടായിരിക്കും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നമ്പർ എഴുതേണ്ട രീതി, ഇത് എഴുതേണ്ടത് മുകളിൽ നിന്ന് താഴോട്ടായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഡെസിമലിനെ ഇൻറ്റിജർ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് താഴേന്ന് മുകളിലേക്ക് വേണം എഴുതാനായിട്ട്. ഇവിടെ നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ ആണെങ്കിൽ എഴുതേണ്ടത് ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒന്നുകിൽ 0 കിട്ടുന്നിടം വരെ, അല്ലെങ്കിൽ ഡിസൈഡ് ബിറ്റ് കിട്ടുന്ന, നമുക്ക് ആവശ്യമുള്ള അത്രയും ബിറ്റ് കിട്ടുന്നത് നമുക്ക് ചെയ്യാം. അവസാനം ഇതിൻ്റെ ബൈനറി, അപ്പോൾ ഇതിൻ്റെ ബൈനറി എഴുതുമ്പോൾ നമുക്ക് എഴുതേണ്ട രീതി ഇങ്ങനെയാണ്. അതായത് 0.25 ഈക്വൽ ടു, ഇത് ആൻസർ എഴുതേണ്ട ഇങ്ങനെയാണ്. ആദ്യം കിട്ടുന്ന ബിറ്റ് 0, രണ്ടാമത് കിട്ടിയ ബിറ്റ് 1, അതായത് മുകളിൽ താഴോട്ട് വേണം എഴുതാനായിട്ട്. 0.01 ബേസ് 2, ഇതേ രീതിയിൽ വേണം ഇത് എഴുതാനായിട്ട്. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതേ രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അതായത് മുകളിൽ നിന്ന് താഴോട്ട് വേണം ഇത് എഴുതാനായിട്ട്. ആരോ വരച്ചേക്കുന്നത് ശ്രദ്ധിക്കുക. ആരോ മുകളിൽ നിന്ന് താഴോട്ടാണ് ആരോ വരച്ചിട്ടേക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് വേണം. അതായത് ആദ്യം കിട്ടുന്ന ഇൻറ്റിജർ പാർട്ടായിരിക്കണം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് എഴുതേണ്ടത്. അവസാനം കിട്ടുന്ന ഇൻറ്റിജർ പാർട്ടായിരിക്കണം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? അപ്പോൾ അത് പറഞ്ഞേ, ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ആരോ വരയ്ക്കാം. ഷേപ്പിൽ ആരോസിൽ ഡൗൺ ആകാം.
നേരത്തെ നമ്മൾ അപ്പാരമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടത്. ഇവിടെ അതിന് പകരം ഡൗൺ ആരോ എടുത്തു. അപ്പോൾ ഈ നമ്പറിന് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞ് എന്ത് കിട്ടുമെന്ന് ആൻസർ, അതായത് 6.625 എന്നുള്ള നമ്പർ 0.625 എന്ന് പറഞ്ഞതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി എന്ത് കിട്ടും പറഞ്ഞോ? 0.101. അതായത് ആദ്യം കിട്ടിയേക്കുന്ന ഇതായിരിക്കണം മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. അവസാനം കിട്ടിയ 1 ആയിരിക്കണം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാം? ഈ നമ്പർ എന്ന് പറഞ്ഞ് എങ്ങനെ എഴുതാവുന്ന, അതായത് നമ്പർ ഏതായിരുന്നു പറഞ്ഞുണ്ടോ? 0.65 അല്ലേ? 0.65 നമുക്ക് എങ്ങനെ എഴുതാം? 0.65 പറഞ്ഞോ? 0.1010 പോയിന്റ് നമുക്ക് എഴുതുന്നത് എങ്ങനെയാണ്? 0.1010. പിന്നെ ഉണ്ടായിരുന്നു 100 പറഞ്ഞ വീണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ബൈനറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ എഴുതേണ്ടത് ബൈനറി ഡെസിമൽ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിനെ ബൈനറി ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇൻറ്റിജർ പാർട്ട് നമ്മൾ മാറ്റി എഴുതുക. റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇൻറ്റിജർ പാർട്ട് നമ്മൾ മാറ്റി എഴുതുക. ആ ഇൻറ്റിജർ പാർട്ടിൽ ആദ്യം കിട്ടുന്ന ഇൻറ്റിജർ പാർട്ടായിരിക്കും നമ്മുടെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് വരുന്നത്. ഇങ്ങനല്ല, സോറി, അത് തന്നെ. ആദ്യം കിട്ടുന്ന ഇൻറ്റിജർ പാർട്ടായിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്, ഇതായിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് വരിക. അവസാനം കിട്ടുക എന്താണോ അതായിരിക്കും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട്. പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the decimal fraction is multiplied by 2. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടോ? decimal fraction is multiplied by 2. The integer part of the answer will be the most significant bit of binary fraction. Again, the fractional part of the answer is multiplied by 2 to obtain the next significant bit. The procedure is continued till the fractional part of the product is 0 or a desired precision is obtained. അതായത് ഒന്നുകിൽ 0 ആവുന്നിടം വരെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ എത്രണ്ണം വേണം നമുക്കൊരു തീരുമാനം, 3-4 എണ്ണം ഡിസൈഡ് പ്രിസിഷൻ. അതാണ് നമുക്ക് ആവശ്യമുള്ള അത്രയും പ്രാവശ്യം നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്കെയാണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ബുക്ക് എടുത്തോ. ഓക്കെ. അപ്പോൾ ഓർത്താണ് തന്നിരിക്കുന്ന നമ്പറിന് ഇതേ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എഴുതുക. ആൻസറിൽ ഇൻറ്റിജർ പാർട്ടും അതേപോലെ ഫ്രാക്ഷണൽ പാർട്ടും സെപ്പറേറ്റ് ചെയ്യുക. ആ ഫ്രാക്ഷണൽ പാർട്ടിനെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുക. അവിടെയും കിട്ടുന്ന ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷൻ പാർട്ടും സെപ്പറേറ്റ് ചെയ്യുക. അത് ഒന്നുകിൽ 0 ആവുന്നിടം വരെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നതിനകത്തൊക്കെ മിക്കവാറും 0 ആവുന്നത് തരത്തുള്ളൂ. ചോദിക്കാറുണ്ട് 49.25 ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ചോദിക്കാറുള്ള. ഒന്നുകിൽ 0 ആവുന്നിടം വരെ ചെയ്യുക. ഇനി ആയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു 2-3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കത് അവസാനിപ്പിക്കാം. 0 കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല. കിട്ടുന്നിടം വരെ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ വേണമെങ്കിലും ചെയ്യാം. അപ്പം നിങ്ങളും ചെയ്തേ. 0.75 ഒന്ന് ചെയ്തേ. 0.75 പെട്ടെന്ന് വേണേ. 0.75 റഫ് എഴുതിയാൽ മതി. കാരണം ഈ നോട്ട് എഴുതിയിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ ഇട്ടേക്കാം നോട്ട്. വിക്ടേഴ്സിൽ 4 ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ കണ്ടിരുന്നോ? 0.11 ആണോ? 0.75 ബൈനറി ആക്കി നോക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 0.75 നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. 2 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് 1.50 എന്ന് കിട്ടും. അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് 1, ഫ്രാക്ഷണൽ പാർട്ട് 0.50. ഇവിടെ തന്നെ ഇങ്ങനെ എഴുതണം കേട്ടോ. ഇത് ഇൻറ്റിജർ പാർട്ടാണെന്നുള്ള. ഇൻറ്റിജർ പാർട്ട് 1, അതേപോലെ ഫ്രാക്ഷണൽ പാർട്ട് 0.50. ആ 0.50 നമ്മൾ വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു.
ഇതിപ്പോൾ നിങ്ങൾ ക്ലാസ്സിലിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എന്താണ് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ വെറുതെ ഈ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ് ഈ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം ഇവിടെ 0.75 × 2 1.50 എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ 1 എഴുതിയിട്ടുണ്ട്, ഇവിടെ 0.50 ഉണ്ട്, × 2 ഉണ്ട്. ഇത് കറക്റ്റായിട്ട് ക്ലാസ്സിൽ കയറുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ 1.50യുടെ ഇൻറ്റിജർ പാർട്ട് 1ഉം ഫ്രാക്ഷണൽ പാർട്ട് 50 ആണ്. അതിനെ വീണ്ടും രണ്ടും കൊണ്ട് ഗുണിച്ചപ്പോഴത്തേക്ക് 1.00 കിട്ടി. ഇൻറ്റിജർ പാർട്ട് 1, ഫ്രാക്ഷണൽ പാർട്ട് 00. ഇവിടെ 00 ഇട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മുകളിൽ നിന്ന് താഴോട്ട് എഴുതാം 0.11. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. 0.125 0.125 നിങ്ങൾ ചെയ്തോ. 0.125 പെട്ടെന്ന് ചെയ്യണേ. കിട്ടിയേ പറഞ്ഞോളൂ കേട്ടോ. പോയിന്റ് 125നെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് 0.001 എല്ലാവർക്കും കിട്ടിയോ? ഇൻറ്റിജർ പാർട്ട് 0 കിട്ടി. ഇൻറ്റിജർ പാർട്ട് 0.250. അതിനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസറായിട്ട് 0.500 എന്ന് കിട്ടും. ഓക്കെ, അവിടെ ഇൻറ്റിജർ പാർട്ട് നമുക്ക് 0 കിട്ടും. ഡെസിമൽ പാർട്ടായിട്ട് 0.500 കിട്ടും. അതിനെ വീണ്ടും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോഴും വീണ്ടും ഉത്തരം 1.000 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് 1 ആണ്, ഫ്രാക്ഷണൽ പാർട്ട് 0.000. ഇത് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ ഒരു ആരോ ഒക്കെ കാണിച്ചു വയ്ക്കുക. ആരോയിൽ ഡൗൺ ആരോ എടുത്തു. എന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതുക. ആൻസർ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ ഇടയ്ക്ക് വരച്ചോണം കേട്ടോ. നോട്ട് ബുക്കിലേക്ക് എഴുതുമ്പോഴത്തേക്ക് ആൻസർ 0.125 ഈക്വൽ ടു കിട്ടിയ ആൻസർ 0.001. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇതറിയാൻ വയ്യാത്തവരുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണോ? നിങ്ങൾ പറയൂ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണം. എന്നാൽ പിന്നെ ചെയ്തോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ 0.3125 കേട്ടോ. എനിക്ക് അറിഞ്ഞുവിടാൻ ചെയ്ത് നോക്കിയോളൂ. 0.3125. പറയുകയാണ് 0.3125 ഇൻറ്റു ബൈനറി. കിട്ടിയോ? 0.3125 ഇൻറ്റു 2 എന്ത് കിട്ടി?
എന്താ കിട്ടിയേ? എന്താ കിട്ടിയ ആൻസർ? എന്തെങ്കിലും മിസ്സായോ എനിക്ക്? ഓക്കെ, പേസ്റ്റ് 1 കിട്ടി. 0.0000 അല്ലേ? ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ചെയ്യുന്ന എങ്ങനെയാണെന്ന്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അതായത് 0.3125. ഇതിപ്പോൾ 10 ബേസ് ആയിട്ടുള്ള നമ്പറാണ്, ഡെസിമൽ നമ്പറാണ്. 0.3125 എന്നാണെങ്കിൽ അതിൽ നമുക്ക് ബേസ് 2 എന്ന ബേസ് 10 എന്നൊക്കെ എഴുതാം. 0.3125 ബേസ് 10. 10 ആകുമ്പോൾ തന്നെ എഴുതാൻ നിർബന്ധമില്ല, അതുകൊണ്ടാണ് എഴുതാത്തത്. ഒന്ന് കാണിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം 10 ബേസ് എന്ന്. ആൻസർ 0.0101 ബേസ് 2. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പോൾ ഇത് ക്ലിയറിലല്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്? ഓക്കെ, അപ്പോൾ എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തോ. 49.25 കൺവേർട്ട് 49.25 ഇൻറ്റു ബൈനറി. 49.25 ഇൻറ്റു ബൈനറി. ഇവിടെ ഈ നമ്പറിൽ നമുക്ക് ഇൻറ്റിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഫ്രാക്ഷണൽ പാർട്ട് ചെയ്യുന്ന രീതി ഒന്ന്, ഇൻറ്റിജർ പാർട്ട് ചെയ്യുന്ന രീതി വേറൊന്ന് അല്ലേ? ഇതെങ്ങനെ ചെയ്യാം പറഞ്ഞേ? 49.25 ഇൻറ്റു ബൈനറി നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ 49 ആണ് നമ്മളെങ്ങനെ ചെയ്യും? 49 എന്ന് പറയുന്ന നമ്പർ പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ്. 49 2 സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. 49 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബൈനറി കണ്ടുപിടിക്കുക. 0.25 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബൈനറി, എന്നിട്ട് രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോഴത്തേക്ക് ആൻസർ ആവും. നിങ്ങൾ ചെയ്ത് 49 ആദ്യം ചെയ്യുക. 49 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നയന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് ചെയ്യേണ്ടത്. മൾട്ടിപ്പിൾ ഡിവിഷൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൾട്ടിപ്പിൾ ഡിവിഷൻ. കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയ ആൻസർ 49 2 24. റിമൈൻഡർ എന്തോരും 1 ആണോ? വീണ്ടും 24 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. ആ വരയൊക്കെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഇപ്പോൾ വര വരച്ച് എനിക്ക് ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. വീണ്ടും 24 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ കിട്ടും 12 കിട്ടും, 0 കിട്ടും. വീണ്ടും നമ്മൾ 12 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഹരണഫലം 6 കിട്ടും, ശിഷ്ടം 0 കിട്ടും. വീണ്ടും നമ്മൾ 6 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ത്തേക്ക് ഹരണഫലം 3 കിട്ടും, ശിഷ്ടം 0 കിട്ടും. വീണ്ടും നമ്മൾ 3 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹരണഫലം 1 കിട്ടും, ശിഷ്ടം 1 കിട്ടും. വീണ്ടും നമ്മൾ 1 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹരണഫലം 0 കിട്ടും, ശിഷ്ടം 1 കിട്ടും. ഇവിടെ എഴുതേണ്ട ശ്രദ്ധിച്ചോണം.
ഡെസിമൽ ഇൻറ്റിജർ പാർട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് വേണം എഴുതാനായിട്ട്. ഇങ്ങനെ വേണം എഴുതാനായിട്ട്. എന്താ കിട്ടിയ ആൻസർ? എന്നിട്ട് നിങ്ങൾ 49ൻ്റെ ആൻസർ എഴുതുക. 49 = എന്താണോ കിട്ടിയെന്ന് വെച്ചാൽ അത് എഴുതുക. എന്താ എഴുതുന്നത് പറഞ്ഞേ? 49ൻ്റെ എന്ത് കിട്ടി? സോറി താഴോട്ടല്ല മുകളിലോട്ട് കേട്ടോ, അര മാറിക്കും. ഇപ്പം അര പൊട്ടൻ്റെ എഴുതുമ്പോൾ തന്നെ 1 1 0 0 0 1 അതാണ് 49ൻ്റെ ബൈനറി. കിട്ടിയോ? 49ൻ്റെ കിട്ടിയെന്തോ? ഇതേപോലെ നമുക്കിനി എന്ത് ചെയ്യണം? 0.25 ചെയ്യണം. 0.25 ചെയ്യുമ്പോൾ ഈ രീതി വേണം ചെയ്യാനായിട്ട്. മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഇത് ഡിവിഷൻ മെത്തേഡാണ് കേട്ടോ. ഡിവിഷൻ്റെ വരയ്ക്കാൻ പോയാൽ ഒരുപാട് സമയം എടുക്കില്ല. ഒന്നാമതേ എല്ലാവരും കറക്റ്റായിട്ട് കിട്ടുകയാണ്. ഇതേപോലെ നമ്മൾ 0.25 അത് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് മാറിപ്പോകുന്നത്. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. × 2 അത് ചെയ്യുമ്പോൾ കിട്ടാൻ ആൻസർ 0.50 ആണ്. അവിടെ നമ്മൾ ഇൻറ്റിജർ പാർട്ട് മാറ്റി വരണം. 0 ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ട് 0.50. വീണ്ടും നമ്മൾ രണ്ടുകൊണ്ട് ഗുണിക്കുന്നു. ഉത്തരം 1.00 എന്ന് കിട്ടും. അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് 1 ആണ്, ഫ്രാക്ഷണൽ പാർട്ട് 0.00. അവിടെ കൊണ്ട് നമുക്ക് നോക്കാം. കിട്ടിയോ? 0.01 0.01 ആൻസർ കിട്ടിയോ? ഇവിടെ ഇൻറ്റിജർ പാർട്ട്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 0.25ൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടിയത് 0.01/2. അപ്പം നമ്മൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? 49.25 നമുക്ക് എങ്ങനെ എഴുതാം ആൻസർ പറഞ്ഞോ? 49.25 = 49ന് കിട്ടിയത് 110001. 0.25ന് കിട്ടിയത് 01. അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് എഴുതുക. 49 ആദ്യം എഴുതുക, 0.25 ഡെസിമൽ പോയിൻറ്റിന് ശേഷം എഴുതുക. അതിന് രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 49.25 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ എന്ത് കിട്ടും? ബൈനറി ഈക്വലൻ്റ് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണ്? ഓക്കെ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ഡെസിമൽ ഫ്രാക്ഷൻ്റെ ബൈനറി. ഫ്രാക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റിജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും കൂടെ വരുവാണെങ്കിൽ ഇൻറ്റിജർ പാർട്ട് സെപ്പറേറ്റ് കാണുക, അതേപോലെ ഫ്രാക്ഷണൽ പാർട്ട് സെപ്പറേറ്റ് കാണുക. എന്നിട്ട് രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആ ഡെസിമൽ നമ്പറിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി കിട്ടും. ഓക്കെ ഓക്കെ അല്ലേ?